മാവേലിക്കരയിൽ ഈ വട്ടം ഇടതുപക്ഷം ചെങ്കുടി നാട്ടും. സംശയമൊന്നുമില്ല. മാവേലിക്കര ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് കഴിഞ്ഞു. ജനം തീരുമാനിച്ചിരിക്കുന്നു. ഇനി 6 ദിവസം മാത്രമേ ഉള്ളൂ. ജനം അതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. ഇത്തവണ മാവേലിക്കര മാറും. ജനം എന്തിനു വേണ്ടി വോട്ട് ചെയ്യണം? ഈ നാട്ടിൽ വികസനം നടക്കുന്നതിന് ജനം വോട്ട് ചെയ്യണം. ഞാൻ അതിനകത്തൊരു ചെറിയ ഉദാഹരണം കൂടി പറയുകയാണ്. യുവത്വമാണ് ഇടതുപക്ഷത്തിന്റെ ക്യാമ്പയിൻ. മാവേലിക്കര 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ MLA-മാരാണ്. അവിടെയെല്ലാം വലിയ വികസനം നടക്കുന്നുണ്ട്. അവിടെയാണ് ഈ ജനം തിരിച്ചറിഞ്ഞത് ഒരു പാർലമെന്റ് മെമ്പർക്ക് എന്തുകൊണ്ട് ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിയുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഒരു പാർലമെന്റ് മെമ്പർ കൂടെ വന്നാൽ വളരെ വേഗത്തിൽ വളരെ ശീഘ്രം ഈ നാട്ടിൽ വികസനം. BJP സ്ഥാനാർത്ഥി നിർജ്ജീവമായി പോയി. BDJS സ്ഥാനാർത്ഥി അങ്ങനെയുള്ള അഭിപ്രായമൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല. അവരെന്താ പറയുന്നത്, ഏറ്റവും നന്നായി മത്സരിക്കുക, അവർ മത്സരരംഗത്ത് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊരു ജനാധിപത്യ സംവിധാനമല്ലേ. അവർ മത്സരിക്കട്ടെ, അവർ വോട്ടുകൾ അവർ കൃത്യമായി ശേഖരിക്കട്ടെ എന്നാണ്. സംഘടനകളുടെ വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് മാവേലിക്കര. ആ വോട്ടുകൾ ഏത് തരത്തിൽ പോകുമെന്നാണ് കരുതുന്നത്? ഇത്തവണ എല്ലാവരും ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ആകമാനം തീരുമാനിച്ചിരിക്കുന്നത് മാവേലിക്കരയ്ക്ക് മാറ്റം വേണമെന്നാണ്. വോട്ടർമാരോട് പറയാനുള്ളത് എന്താണ്? ഈ നാടിനോടൊപ്പം വോട്ടർമാർ എന്നോട് ആവശ്യപ്പെട്ടത് അവരോടൊപ്പം ഉണ്ടാകണം. അല്ലാതെ വോട്ട് മേടിച്ച് വിജയിച്ചു പോയിട്ട് 5 കൊല്ലം കഴിഞ്ഞ് വരുന്ന ആളാകരുത് അരുൺകുമാർ എന്നാണ് ഈ നാട്ടുകാരെന്നോട് പറഞ്ഞേക്കുന്നത്. ഞാൻ അവർക്ക് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ഈ നാടിനോടൊപ്പം ജനങ്ങളോടൊപ്പം എല്ലാ കാലത്തും. ഞാൻ ഈ ഓണാട്ടുകര പ്രദേശത്ത് ജനിച്ചു വളർന്നയാളാണ്. അതുകൊണ്ട് തന്നെ എന്റെ മണ്ഡലം കൂടിയാണ് കേട്ടോ. അതെ 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 അപ്പൊ അറിയാമല്ലോ, ഓണാട്ടുകര പഴയ നാട്ടുരാജ്യമാണ് ഈ മാവേലി. ഞാൻ അവിടെ ജനിച്ചു വളർന്ന ആളല്ലേ. അപ്പൊ എനിക്ക് ഈ നാടിനോട് പ്രതിബദ്ധതയുണ്ട്. ഈ നാടിനോടൊപ്പം വേറെ തൊഴിലൊന്നുമല്ല, അഭിഭാഷകനാണ്. അത് പൂർണ്ണമായും മാറ്റിവെച്ചിട്ട് ഈ നാടിന് വേണ്ടിയിട്ട് നിൽക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും 100%. എനിക്ക് ഒരുപാട്, ഞാനിപ്പോ വന്ന് കണ്ടപ്പോ എനിക്ക് ഒരുപാട്, എന്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഈ മണ്ഡലത്തിൽ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ. ഞാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ MLA-മാരാണ്. അതുകൊണ്ട് എനിക്ക് സന്തോഷപൂർവ്വം അവരോടൊക്കെ ആ ആശയങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനോടകം ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു.